നമസ്കാരം പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു സർക്കാർ നാടിൻ്റെ വികസനവും പുരോഗതിയും കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ജനങ്ങളുടെ പക്കൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം സ്വീകരിക്കാൻ പോകുന്നത്. സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന് പേരിട്ടിരിക്കുന്ന ഈ കർമ്മ പദ്ധതി നമ്മളുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. പുതുവത്സരത്തിൽ 2026 ജനുവരി 1-ാം തീയതി ഈ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചു. 2026 ഫെബ്രുവരി മാസം 28-ാം തീയതി വരെയായിരിക്കും പ്രത്യേക പരിശീലനം സിദ്ധിച്ചിട്ടുള്ള സേനാ പ്രവർത്തകർ കൃത്യമായിട്ട് നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേർന്ന ഈ ഒരു സർവേ നിർവഹിക്കുക. അതായത് വരും ദിവസങ്ങളിൽ തന്നെ കൃത്യമായിട്ട് പരിശീലനം നേടിയ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേരും. വീടുകളിൽ മാത്രമല്ല ഇവർ എത്തിച്ചേരുന്നത്, സമൂഹത്തിൻ്റെ വിവിധ കോണുകളിലേക്ക് ഇവർ എത്തിച്ചേർന്ന നമ്മളുടെ പക്കൽ നിന്ന് നമ്മളുടെ നാടിൻ്റെ വികസനവും പുരോഗതിയും നേടുന്നതിന് വേണ്ടിയുള്ള എല്ലാ കർമ്മ പദ്ധതികളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഇവിടെ സ്വീകരിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതായത് സാധാരണക്കാരുടെ ശബ്ദമായിട്ട് മാറുന്നതിന് വേണ്ടി സാധാരണക്കാരുടെ വിവിധ കാര്യങ്ങളിലുള്ള അഭിപ്രായങ്ങൾ, സർക്കാർ നടത്തുന്ന വിവിധ ക്ഷേമ പദ്ധതികളിലുള്ള അഭിപ്രായങ്ങൾ, അതോടൊപ്പം തന്നെ തൊഴിൽ മേഖല, അതോടൊപ്പം തന്നെ മറ്റ് വിവിധ മേഖലകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തെല്ലാം സഹായങ്ങളാണ് സർക്കാരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സാധാരണക്കാർക്ക് ഈ ഒരു സന്നദ്ധ പ്രവർത്തകരോട് നിർദ്ദേശിക്കാൻ സാധിക്കും. അവരിത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ഇത് സംസ്ഥാന സർക്കാരിന് മുൻപാകെ ക്രോഡീകരിച്ച റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും. നവകേരളം പടുത്തുയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിൽ ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തകർ നമ്മളുടെ വീടുകളിൽ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഇവരോട് സഹകരിക്കുക. വരുന്ന 5 വർഷക്കാലം കൊണ്ട്, അതായത് 2031 ആകുമ്പോഴേക്കും മറ്റ് വൻകിട രാജ്യങ്ങളോടൊപ്പം വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളത്തെ ഒന്നാമതെത്തിക്കുന്നതിന് വേണ്ടി, അതും എല്ലാ മേഖലകളിലും, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ, അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളിൽ, അതോടൊപ്പം തന്നെ ഗതാഗത മേഖലകൾ, തൊഴിലവസരങ്ങൾ, അങ്ങനെ വിവിധ മേഖലകളിലേക്ക് മറ്റ് രാജ്യങ്ങളുടെ ആ ഒരു തരത്തിലേക്ക് 1-ാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. 14 ജില്ലകളിലായിട്ട് 86,000-ൽ പരം സന്നദ്ധ സേനാ പ്രവർത്തകരാണ് പരിശീലനം നേടിയവർ നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നത്. വീടുകളിലേക്ക് മാത്രമല്ല ഇവരെത്തിച്ചേരുക, ഫ്ലാറ്റുകൾ, അതോടൊപ്പം തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഉന്നതികൾ, അതോടൊപ്പം തന്നെ കുടുംബശ്രീ യൂണിറ്റുകളുണ്ടാകും, അയൽക്കൂട്ടങ്ങളുണ്ടാകും, അതോടൊപ്പം തൊഴിലുറപ്പ് പ്രവർത്തന സ്ഥലങ്ങളുണ്ടാകും, അതോടൊപ്പം തന്നെ മറ്റ് കൃഷിയിടങ്ങൾ, അതോടൊപ്പം തന്നെ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പൊതു ഇടങ്ങൾ, അതോടൊപ്പം തന്നെ കച്ചവട സ്ഥാപനങ്ങൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ ഈ സന്നദ്ധ സേനാ പ്രവർത്തകർ എത്തിച്ചേരുന്നതായിരിക്കും. കൃത്യമായിട്ട് ഇവരുടെ സർവേ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യാവലികൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള അഭിപ്രായം തേടുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മളുടെ പക്കൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക പോലുള്ള കാര്യങ്ങൾ, അതായത് വിവിധ സർക്കാർ നടപ്പിലാക്കുന്ന ക്ഷേമ പദ്ധതികളിൽ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കും. ഇനി അതോടൊപ്പം നമുക്ക് സാധാരണക്കാർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് എന്ന് നമ്മളോട് തന്നെ ചോദിക്കും. അതോടൊപ്പം തന്നെ സർക്കാർ എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ നാടിൻ്റെ വികസനം സാധ്യമാകും, അതെല്ലാം തന്നെ നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. നമുക്കിവിടെ ശബ്ദമുയർത്താൻ സാധിക്കും. ഇന്ന് നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളായിരിക്കും വരും കാലത്ത് സംസ്ഥാന സർക്കാർ യാഥാർത്ഥ്യമാക്കുക. അപ്പോൾ ഈ ഒരു യജ്ഞത്തിൽ, ഈ സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിൽ നമുക്കും പങ്കെടുക്കാം. ഫെബ്രുവരി 28-ന് മുൻപ് ഈ സർവേ പൂർത്തിയാക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ മലയാളികളും ഇത് ശ്രദ്ധിക്കുക. വരും ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ എത്തിച്ചേരുമ്പോൾ ഇവരോട് സഹകരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.